ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. സോ ഇന്ന് സൺഡേ ഈവനിങ് ആണേ. ഇതേ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുക. എവിടെയാണെന്നല്ലേ? ഹിൽ പാലസ് മ്യൂസിയം. എവിടെയാണെന്നറിയോ? നമ്മുടെ തൃപ്പൂണിത്തുറ കരിങ്ങാച്ചിറ കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഞാൻ കുഞ്ഞിലെ അവിടെ 2-3 വട്ടം പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ 10-25 കൊല്ലം കഴിഞ്ഞേ പിന്നീട് പോയിട്ടേ ഇല്ല. ഇതാ കുട്ടികളും ആദ്യമായിട്ടാണ് പോകുന്നത്. മന്ത്രിയുടെ സ്കൂളിൽ നിന്ന് അവിടെ പോകണം എന്നിങ്ങനെ പറഞ്ഞു. നമ്മുടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്ന്. അപ്പോൾ എന്തായാലും സൺഡേ അല്ലേ, പോയി കളിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്തുമ്പോൾ കാണാം. ബൈ. ഹലോ, അപ്പോൾ നമ്മളിവിടെ എത്തി. ഹാഫ് ആൻ അവർ എടുത്തില്ല കേട്ടോ. ഹാഫ് ആൻ അവർ എടുത്തില്ല, ജസ്റ്റ് 25 മിനിറ്റ്സും കൊണ്ട്. ബിക്കോസ് ഇന്ന് സൺഡേ ആയത് കാരണം ബ്ലോക്ക് ആയിരുന്നില്ല. ആർ യു എക്സൈറ്റഡ്? We are excited because our grandmother told that there will be crowns and royal thrones and all. I'm really excited. And the rest is there and they look nice and pretty. I don't know. ഓക്കെ, നമ്മളിവിടെ കാറ് കയറി വന്ന വഴി സ്ഥലത്ത് ഒതുക്കിയിട്ട് പോയി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തതിന് ശേഷം കാറും കൊണ്ട് നമുക്ക് മേലെ കയറാൻ പറ്റും. ടിക്കറ്റ് എടുക്കാം കേട്ടോ. പോയി മേധ, show your costume. Mantra, show your costume. Let's see the views. So അപ്പോൾ ഗൈസ് നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. മ്യൂസിയത്തിൻ്റെ അകത്ത് ഫോട്ടോസും പിക്ചേഴ്സും ഒന്നും എടുക്കാൻ പാടില്ല. So എടുക്കാം, വീഡിയോ എടുക്കാൻ പാടില്ല. yeah, that's the problem. പാർക്കിംഗ് ഇവിടെ നിന്നല്ലോ. പാർക്കിങ്ങിലോട്ട് അബദ്ധാണ് ചെയ്തേ. മുകളിൽ ചെന്നപ്പോഴാണ് അറിയണത് ടിക്കറ്റ് എടുത്തില്ലാന്ന്. വീണ്ടും തിരിച്ച് കാറിൽ വന്നു, ടിക്കറ്റ് എടുത്തിട്ട് അതാ ഞങ്ങൾ മുകളിലേക്ക്. അപ്പം ഞാൻ വിചാരിച്ചു കാറ് പോകാനുള്ള സ്പേസ് കണ്ടു. അപ്പം കാറും കൊണ്ട് മുകളിലേക്ക് പോകാം. പിന്നെ സ്റ്റെപ്പ് കയറാനുള്ള എനർജി ഇല്ല. രണ്ടുപേരും ദേഷ്യപ്പെട്ടിരിക്കട്ടെ എൻ്റെ അടുത്ത്. ഓക്കെ, ഇതാ ഞങ്ങൾ മേളിലെത്തി കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മ്യൂസിയത്തിന് പോകുന്നതിന് മുമ്പ് ക്ലോക്ക് റൂമിൽ പോയിട്ട് നമ്മുടെ സ്ലിപ്പേഴ്സൊക്കെ അവിടെ വെച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പം നമ്മളതവിടെ വെച്ചിട്ട് നടക്കുവാണേ. ഇതിനു മുമ്പ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വീഡിയോസ് എടുത്തായിരുന്നു. നല്ല ഭംഗിയുള്ള ഗാർഡനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ വീഡിയോ എങ്ങനെയോ ഡിലീറ്റഡ് ആയിപ്പോയി. എനിക്ക് ഭയങ്കര വിഷമമായി. ഇപ്പോൾ അതാ ഉള്ളിൽ കയറുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ. ബ്യൂട്ടിഫുൾ ആണ് അതിൻ്റെ സറൗണ്ടിങ്സ്. ആ വീഡിയോ എൻ്റെ നഷ്ടപ്പെട്ടു പോയേ. ഐ എം സോ സോറി. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. നിങ്ങൾ എല്ലാവരും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഹിൽ പാലസ് മ്യൂസിയം. അത്ര നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബട്ട് സാഡ്ലി ഐ ലോസ് ദാറ്റ് വീഡിയോ ക്ലിപ്പ്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറുന്ന വീഡിയോ ആണത്. നമ്മുടെ എൻട്രൻസ് ആണ്. എൻട്രൻസ് ചെന്ന് കഴിയുമ്പോൾ മ്യൂസിയമൊക്കെ വെച്ചിട്ടുണ്ട് പാലസ് മ്യൂസിയം. ഇവിടുന്ന് നേരെ സ്റ്റെപ്പ് വഴി ഈ സ്റ്റെപ്സൊക്കെ നമ്മുടെ മണിച്ചിത്രത്താഴ് മൂവിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പലപ്പോഴായിട്ട് ശോഭന ഇറങ്ങി വരണതും ഇന്നസെൻറ്റും മോഹൻലാലൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട് കാണിക്കുന്നത് ഈ സ്റ്റെപ്പ് ആണ്. ഇങ്ങനത്തെ ഒരു വുഡൻ ഇതാ. അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന്. അപ്പം നമ്മൾ അറിയാതെ തന്നെ വീഡിയോ എടുത്തു. ചെല്ലുമ്പോൾ ഇത് ക്യാബിനറ്റ് ഹാളാണ്. രാജാവ് ഇരിക്കുന്ന കസേരയും മന്ത്രിമാരിരിക്കുന്ന കസേരയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതാ മന്ത്രിയും മേധയും അവിടെ നിൽക്കുകയാണ്, പോസ് ചെയ്യുകയാണ്. പിന്നെ അവിടെ കുറച്ച് നമ്മുടെ ഹിസ്റ്ററിയെക്കുറിച്ച് ഇത്രയും നാളും അവർ ഉണ്ടായിരുന്ന ആൾക്കാരുടെ വഴികൾ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ ആൾക്കാർ രാജാക്കന്മാരാണ് അവിടെ ഭരിച്ചിരുന്നത്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ. കൂടുതലും ഹിസ്റ്ററിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര രസമായിരിക്കും കേട്ടോ. അവരെല്ലാ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓരോ ആൾക്കാർ അവരുടെ പേര്, രാജാക്കന്മാരുടെ പേര്, അവർ യൂസ് ചെയ്തിരുന്ന കാര്യങ്ങൾ, അവരെ വിശ്വസിച്ചിരുന്നത്. രാജാവും അനൗൺസ്മെന്റ് കണ്ടിട്ട് ഓരോ ഭയങ്കര രസമാണ്. നമുക്ക് എത്ര ടൈം ആണെങ്കിലും സ്പെൻഡ് ചെയ്യാം. പക്ഷെ ഒരു നെഗറ്റീവ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയമാണ്. 4:30 ക്ലോസ് ചെയ്യും. ഇതാ ഇവിടെ ഫോട്ടോഷൂട്ട് അലൗഡാണ് കേട്ടോ. അപ്പോൾ ന്യൂലി വെഡഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാം. അവിടെ ഒരു കപ്പിൾ ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് മ്യൂസിയത്തിൻ്റെ ഔട്ട്സൈഡ് വ്യൂ. ഇത് ഏറ്റവും പൊക്കത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ സ്റ്റെപ്സാണ് കേട്ടോ, താഴേന്ന് തൊട്ട്. അപ്പോൾ സ്റ്റെപ്സ് കയറിയിട്ട് വേണം അവിടെ എത്താൻ. ഞങ്ങൾ കുറച്ച് പിക്ചേഴ്സ് എടുത്തിരുന്നു.
അതൊക്കെയാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പറ്റിയ പ്രശ്നം, ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ 3:15 കഴിഞ്ഞിരുന്നു. 4:30 വരെ മ്യൂസിയം ഉള്ളൂ. ദാറ്റ് ഈസ് നെഗറ്റീവ് പാർട്ട്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ക്രൗണും ഒക്കെ കാണിക്കാൻ 4:30 കറക്റ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ ക്ലോസ് ചെയ്യുന്ന കാരണം സ്പീഡിൽ ഫോട്ടോസൊക്കെ എടുത്തിട്ട് കൂടുതൽ ഫോട്ടോസൊന്നും എടുക്കാൻ അത് കാരണം പറ്റിയില്ല. ജസ്റ്റ് അതിൻ്റെ ഉള്ളിലതാ നമ്മുടെ ശോഭന ഇരുന്ന് പാട്ട് പാടുന്നു, വരുവാനില്ല അരുവൻ എന്നൊക്കെ പറഞ്ഞ പാട്ടില്ലേ, ആ പാട്ടൊക്കെ ഇത് ഇവിടെ നിന്നിട്ട് ഷൂട്ട് ചെയ്താണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ആ സ്റ്റൈലിലൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയതാണ്. മേതക്കുട്ടി പഠിച്ചേറി മുകളിൽ നിൽക്കുന്നുണ്ട്. കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തു, നല്ലതായിരുന്നു കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.